lecture in Newton's Academy. So now you are going to study about uniformly accelerated motion. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയായിരുന്നു യൂണിഫോം മോഷൻ എന്താണെന്ന്. അപ്പം മോഷനെ സ്ട്രെയിറ്റ് ലൈൻ രണ്ടായിട്ട് നമ്മൾ ശരിക്കും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം മോഷനും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനും. അപ്പം ആക്സിലറേറ്റഡ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി വരുന്നത് തന്നെ ഈ സെക്ഷനിലാണ്. ഇതുവരെ പഠിച്ചതിനകത്തൊന്നും നമ്മൾ ആക്സിലറേഷനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞിരുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്, ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നൗ let us define what is uniformly accelerated motion. If the body velocity increases or decreases by equal amount in equal interval of time, then that is called uniformly accelerated motion. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ദ ടൈം ടേക്കൺ ഫോർ ഇറ്റ്സ് ചേഞ്ച്. ഇതാണ് എന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണ നേരത്തെ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ സംഭവിക്കുന്നത്. ആക്സിലറേഷൻ നമ്മൾ പറയുമ്പോൾ തന്നെ ആക്സിലറേഷൻ സ്പീഡ് കൂടുകയാണ്. അപ്പം 5 മീറ്റർ ആയിരുന്നത് ഇപ്പോൾ 10 മീറ്റർ ആയിട്ട് മാറുന്നു ഒരു കുറഞ്ഞ സമയത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ആക്സിലറേഷൻ അവിടെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ആക്സിലറേഷൻ എന്താണെന്ന് ഓർത്തേക്കുക. ഇനി നോക്കി, വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി അലോങ് ദ y axis and time along its x axis. Its slope, that is tan theta, will give the acceleration of the particle. നേരത്തെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അവിടെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് എന്തായിരുന്നു, സ്ലോപ്പ് ഗീവ്സ് ദ വെലോസിറ്റി ആയിരുന്നു. പിന്നെ വെലോസിറ്റി ടൈം ഗ്രാഫിനകത്ത് ഏരിയ കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ കിട്ടും. അപ്പം അത് ഇവിടെ ഓർത്തിരിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എന്താണ് കിട്ടുക, രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. ഏരിയ എടുത്തിട്ട് എന്ത് കിട്ടും, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. നൗ വി ആർ ഗോയിങ് ടു analyze different types of acceleration cases in velocity time graph. First one, zero acceleration. എന്താണ് സീറോ ആക്സിലറേഷൻ? ഇവിടെ വെലോസിറ്റി ഓവർ ദ ടൈം പീരീഡ് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ആക്സിലറേഷൻ ഈസ് സീറോ. സെക്കൻഡ് വൺ, കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആക്സിലറേഷൻ. നോക്കിയേ, പോസിറ്റീവാണ്. ഈ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ഇറ്റ് ഈസ് ഹാവിങ് എ സം വാല്യൂ ആൻഡ് ഇറ്റ്സ് പോസിറ്റീവ്, ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഇനീഷ്യലി യു ഈസ് നോട്ട് ഈക്വൽ ടു സീറോ. ഇനീഷ്യൽ അതിനെന്തുണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. തേർഡ് വൺ, ഡിക്രീസിങ് ആക്സിലറേഷൻ. നോക്കിയേ, ഈ പറയുന്ന സാധനം ആദ്യം ഇത് സ്ലോപ്പ് എടുക്കുമ്പോൾ നേരെ വലിയൊരു വാല്യൂ ആയിരിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്ലോപ്പ് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ നോക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും, ഇതിന് പാരലൽ. അതിനർത്ഥം എന്താണ്, തീറ്റ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ ദ ഡിക്രീസിങ് ആക്സിലറേഷൻ. അതിന് ഫോർത്ത് വൺ എന്താണ്, കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആക്സിലറേഷൻ യു ഇസ് ഈക്വൽ ടു സീറോ. ഇത് തന്നെയാണ് സാധനം, പക്ഷേ ഇതിന് ഇവിടെ ഒരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടല്ലേ, സീറോ ആണെങ്കിൽ ഇവിടെ ഒരു ഇനീഷ്യൽ വാല്യൂവിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷേ ഇതെന്തായിരിക്കും, ഈ പറയുന്നത് ഇതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്താണ്, സീറോ ആണ്. ഇനിയും ഫിഫ്ത്ത് വൺ, ഇൻക്രീസിങ് ആക്സിലറേഷൻ. നോക്കിയേ, ഇവിടെ നമുക്കൊരു സ്ലോപ്പ് വരയ്ക്കാം. ഇതിങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഇരിക്കുന്നു. ഈ പോയിന്റിൽ നിന്ന് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ, ഈ പോയിന്റിൽ നിന്ന് വരച്ച് കഴിഞ്ഞാൽ മേളിലോട്ട്. അപ്പം ഓൾവേസ് ദർ ഇസ് എ ഇൻക്രീസ് ഇൻ ആക്സിലറേഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സിക്സ്ത് വൺ. സിക്സ്ത് വൺ എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, നേരെ സ്ലോപ്പ് നേരത്തെ വരച്ചതിൻ്റെ നേരെ തിരിച്ച് തന്നെ താഴോട്ട് വരുന്ന, സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. ദെൻ ദ സെവൻത് വൺ. എന്താണ് സെവൻത് വൺ എന്ന് പറയുന്നത്, ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ ടൈം പീരീഡ് ഇല്ല എന്ന് തന്നെ പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം അല്ലേ. പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ എന്താണ്, വെലോസിറ്റി എന്ന് പറയുന്നത് വല്ലാണ്ട് കൂടി തരണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഇവിടെ സീറോ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, ആക്സിലറേഷൻ ഷുഡ് ബി ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ദ സെവൻത് വൺ. അപ്പോൾ ഓർത്തിരിക്കുക ഏതൊക്കെ കണ്ടീഷനിലാണ് ഡിഫറെൻറ്റ് ആക്സിലറേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ഇൻ this chapter. V is equal to u plus at, s is equal to ut plus half at square, v square minus u square is equal to 2as. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സിലറേഷൻ ടൈം. ഒരു പ്രത്യേകത ഇനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും എന്തുണ്ട്, ആക്സിലറേഷൻ ടേംസ് ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ചാപ്റ്റർ. നൗ ലാസ്റ്റ് ഇക്വേഷൻ ഇസ് ദാറ്റ് ഇൻ ദ nth സെക്കൻഡ്, അതായത് nth സെക്കൻഡ്, അവസാന സെക്കൻഡിൽ എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണിത്. സോ n സെക്കൻഡ് ഈസ് ഈക്വൽ ടു u പ്ലസ് a ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. എന്താണ്,
nth സെക്കൻഡ് ആണ്. അപ്പം ആ nth സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ. സോ ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ. സോ ഗെറ്റ് എൻ ഐഡിയ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.